തുറമുഖങ്ങൾ വഴിയാണ് ലോകത്താകമാനം വലിയ ബിസിനസ് നടക്കുന്നത്. ചൈനയിലെ ഷെൻഷൻ തുറമുഖം പോലെ ഒരു തുറമുഖത്തിനപ്പുറം വളരാനും സൗത്ത് ഇന്ത്യയുടെ മൊത്തം വികസനത്തിന് കാരണമാകാനും വിഴിഞ്ഞത്തിന് സാധിക്കും. കൊളംബോ, ജബൽ അലി, ദുബായ്, സിംഗപ്പൂർ തുറമുഖങ്ങളെ മറികടന്ന് മുന്നേറാൻ പാരിസ്ഥിതിക കാരണങ്ങൾ കൊണ്ട് തന്നെ വിഴിഞ്ഞത്തിന് സാധിക്കും. ഇന്റർനാഷണൽ സ്മാർട്ട് ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുമെന്നാണ് വ്യവസായ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പുറമെ റോഡ്, റെയിൽവേ എന്നിവയെല്ലാം ശക്തമാക്കും. കണക്ടിവിറ്റി പ്രശ്നങ്ങൾ ഇല്ലാതാവും. തൊഴിൽ സാധ്യത നല്ല രീതിയിൽ വർദ്ധിക്കും. അനുബന്ധമായി ടൂറിസം, വിനോദസഞ്ചാര മേഖലയിലും കുതിപ്പ് സാധ്യമാകുന്നതായിരിക്കും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യത. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ജോലിക്കും ബിസിനസ്സിനുമെല്ലാമായി ആളുകൾ എത്തുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ടൂറിസം മേഖല കുതിക്കുമെന്ന് ഉറപ്പാണ്. എപ്പോഴും അടിസ്ഥാന സൗകര്യ വികസനവും റോഡ്, റെയിൽ കണക്ടിവിറ്റി പ്രശ്നങ്ങളുമാണല്ലോ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടി നൽകുന്നത്. ഇതെല്ലാം അവഗണിച്ചും സഞ്ചാരികൾ കേരളത്തെ തേടിയെത്തുന്നത് ഇവിടുത്തെ കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും ഹോസ്പിറ്റാലിറ്റിയും കൊണ്ടാണ്. ഇതിനെ പരമാവധി ഉപയോഗിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്താൽ വിഴിഞ്ഞത്തിന്റെ ചുവട് പിടിച്ച് കേരളത്തിലാകെ വികസനത്തിന്റെ വെളിച്ചമെത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.